എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. കൊറോണയും വർക്ക് ഫ്രം ഹോമും ഒക്കെ തുടങ്ങിയതിന് ശേഷം ആരുടെയെങ്കിലും ടേബിൾ ഇതുപോലെ മെസ്സി ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ. നമുക്കിത് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല നീറ്റാക്കി ഓർഗനൈസ് ആക്കി എടുക്കാം. അതുകൂടാതെ ഒരു സാധാരണ ടേബിളിൻ്റെ മുകളിലുള്ളൊരു വർക്ക് സ്പേസ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളതോടെ കാണാം. നമ്മൾ ഈ കേബിളും വയോസും ഒന്നും എങ്ങോട്ടും മാറ്റി വെക്കുന്നില്ല, എല്ലാം ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഒതുക്കി വെക്കുകയാണ്. വീഡിയോയിൽ ഒരു ബിഫോർ സെറ്റപ്പ് കാണിക്കാൻ ടേബിൾ ഒന്ന് വൃത്തിയേടാക്കി ഇട്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ഇത്രയും മനോഹരമായിട്ട് മെസ്സിയാക്കി ഇട്ട് തന്നത്. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ചാർജസ് കൂടാതെ പേഴ്സണൽ ഗ്രൂമിംഗ് ഉൾപ്പെടെ ഒരു 10ഓളം ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നെയാണ് ചാർജ് ചെയ്യാറ്. അപ്പം നമ്മളിതെല്ലാം ഒന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ലാമിനേറ്റഡ് ആയിട്ടുള്ള എല്ലാ സർഫസും നമുക്ക് ഈ കാണിക്കുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം, പ്രത്യേകിച്ച് കിച്ചൺ കബോർഡ്സും ഒക്കെ. ഒരുപാട് കെമിക്കലുള്ള സ്പ്രേസും ആസിഡും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് വെള്ളത്തിൽ 1-2 തുള്ളി നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്ന് ഒഴിക്കുക. ക്ലീൻ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു മൈക്രോഫൈബർ ടവലോ മുക്കിയിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് മാർക്സ് ഒക്കെ പോകാനായിട്ടും ഇത് നല്ലപോലെ സഹായിക്കും. അതിനുശേഷം ഒരു ഉണങ്ങിയ മൈക്രോഫൈബർ ടവൽ വെച്ചിട്ട് നമുക്കിത് ഡ്രൈ ആക്കി ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ ചാർജേഴ്സും കേബിൾസും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ 2 ബോക്സസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതുകൂടാതെ നമുക്ക് ഇതുപോലത്തുള്ള ടേപ്സ് കിട്ടും. ഇതുപോലെ ഒരു വലിയ പാക്കറ്റിലാണ് കിട്ടുന്നത്. ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് വയേഴ്സൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തനിയെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഷൂ ബോക്സസ് ഇല്ലേ, ഷൂ ബോക്സസ് കട്ട് ചെയ്തും ഈ ബോക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ആ ഒരു ടൈ ചെയ്യുന്നതും നമുക്കിതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സോക്കറ്റ് പോയിൻറ്റിൻ്റെ അടുത്ത് വേണം ഈ ബോക്സ് വെക്കാനായിട്ട്. ആ ഒരു അളവ് നോക്കിയിട്ട് ഒരുപാട് ഐറ്റംസ് ചാർജ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു എക്സ്റ്റൻഷൻ കോഡ് എടുത്തിട്ടുണ്ട്. ഒരു 4 സോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വയറിൻ്റെ കൂടെ ഓൾറെഡി ആ ഒരു ടേപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഈ ബോക്സിൽ ഞാൻ വാച്ചിൻ്റെതും 2 ഫോണിൻ്റെ ചാർജേഴ്സും ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ ആ ടേപ്പാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ടേപ്പ് കൊണ്ടത് ഒതുക്കി ഒരു സൈഡിലോട്ട് വെക്കാം. രണ്ടാമത്തെ ചാർജറിനായിട്ട് ഞാൻ ആ ടേപ്പ് ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ബ്രെഡ് വാങ്ങിക്കുമ്പോഴും പുതിയ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കേബിളൊക്കെ ടൈ ചെയ്ത് കിട്ടുന്നത് ഇതുപോലത്തെ വയേഴ്സ് കൊണ്ടാണ്. അത് കളയാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓർഗനൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ 3 ചാർജറും ഈ ബോക്സിൽ തന്നെ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ചാർജേഴ്സിനായിട്ട് ഞാൻ ഒരു എക്സ്റ്റൻഷൻ കോഡ് ഇവിടെ യൂസ് ചെയ്യുകയാണ്. 4 സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ബോക്സിലെ ആ ഒരു സോക്കറ്റിൽ നമ്മളത് കുത്തിയിട്ട് അപ്പം ഈ ഊട്ടയിൽ നിന്ന് മറ്റേ ഊട്ടയിലോട്ട് അത് നമ്മൾ കൊടുത്തിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ വയറും നമുക്ക് ഈ ടേപ്പ് വെച്ച് തന്നെ നല്ലപോലെ ഒതുക്കി വെക്കാൻ പറ്റും. ഇങ്ങനെ ഒതുക്കി വെക്കുന്നത് നമ്മൾ ഇതിടയ്ക്ക് മാറ്റുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എല്ലാം കൂടെ കെട്ടിപ്പിണഞ്ഞ് കിടക്കും. അപ്പോൾ നമ്മളിതിൽ 2 മൊബൈലിൻ്റെ ചാർജറും ഒരു വാച്ചിൻ്റെ ചാർജറും പിന്നെ എക്സ്റ്റൻഷൻ കേബിളും കുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പ് ചാർജർ ഇതിലിരിക്കില്ല. ആ സൈഡിലുള്ള ഒരു ഭാഗം പൊങ്ങി നിൽക്കുമ്പം അതിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബോക്സിൽ വെക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആദ്യം തന്നെ ഒരു മൊബൈൽ വൈഫൈ ഡിവൈസിൻ്റെ ചാർജറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഷവറിൻ്റെയും ബ്രഷിൻ്റെ എല്ലാം ചാർജർ ഇവിടെയാണ് ഇപ്പോൾ വെക്കുന്നത്. ബാത്റൂമിലെ സോക്കറ്റ് കേടായതിനു ശേഷം എല്ലാത്തിൻ്റെയും ചാർജ് ഇപ്പം ഇവിടെ തന്നെയാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ആ വീഡിയോ ആണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ ഇതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ നമ്മുടെ മൊബൈൽ വൈഫൈ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്, വാച്ച് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഓഫീസ് ഫോണും പേഴ്സണൽ ഫോണും എല്ലാം ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ടില്ലേ? ആദ്യം കിടന്ന എല്ലാ വയേഴ്സും നമ്മളിതിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ കണക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജർ മാത്രം ഇതിലിരിക്കില്ല, അതുകൊണ്ട് നമ്മളത് സോക്കറ്റിൽ കുത്തുവാണ്. എന്നിട്ട് ആ വയർ മാത്രം അതിൽ കൂടെ ഒന്ന് കയറ്റി വിട്ടിട്ടുണ്ട്, അവിടെ ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കാതിരിക്കാനായിട്ട്. അറ്റം മാത്രം നമ്മൾ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മുടെ മോണിറ്ററൊക്കെ എടുത്ത് വെക്കണം. ഇപ്പോൾ ആദ്യം അതിലെ HDMI ഡിസ്പ്ലേ കേബിൾ നമ്മൾ ജസ്റ്റ് ഇതിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് വിടത്തതേ ഉള്ളൂ. ഇനി മോണിറ്ററിൻ്റെ പ്ലഗ് വെക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എക്സ്റ്റൻഷൻ കോഡിൻ്റെ ആ ബോർഡ് ഏറ്റവും അടിയിൽ വേണം വെക്കാനായിട്ട്. ഇതൊന്ന് ലൂസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാർജ് ആവില്ല. അപ്പം അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. വയേഴ്സ് അടിയിലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലഗ് കുത്തുമ്പോൾ അത് നല്ല ഒരു ടൈറ്റായിട്ടിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് വയേഴ്സ് വെക്കുന്നതാണ് നല്ലത്. കീബോർഡ് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല.
നമ്മുടെ പെന്നും മാർക്കേഴ്സും സിസേഴ്സൊക്കെ ഇടാനായിട്ട് ഒരു പഴയ ക്യാപ്പ് പൊട്ടിയ ഒരു കോഫി കപ്പായിരുന്നു, അത് യൂസ് ചെയ്യുവാണ്. വർക്ക് ടേബിൾ എപ്പോഴും ഒരു പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. ലൈവ് പ്ലാന്റ് ആണ് നല്ലത്, പക്ഷേ മോൻ അത് വലിച്ച് താഴെ ഇടും, അതുകൊണ്ട് ഞാനിപ്പോൾ ആർട്ടിഫിഷ്യലാണ് വെക്കുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ യൂസിനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ സൈഡിലോട്ട് ഒതുക്കി വെക്കാം. ഒരു ഫാമിലി പിക്ക് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ടേബിൾ മാറ്റ് ഇടാറുണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ലാപ്ടോപ്പും മൗസും ആയി. അപ്പോൾ നമ്മുടെ കൈ ഡ്രൈ ആവുന്നതിനൊരു ഹാൻഡ് ക്രീമും ഐസ് ഡ്രൈ ആവുന്നതിനൊരു ഐ ഡ്രോപ്പും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു ഹുക്ക് കിട്ടും, അതിൽ നമുക്ക് തൂക്കിയിടാവുന്നതേ ഉള്ളൂ. പക്ഷേ മോണിറ്ററിൽ ഇങ്ങനെ വെക്കാറാണ് പതിവ്. ഇതൊരു സ്റ്റെറിലൈസറാണ്. ഫോണോ അല്ലെങ്കിൽ കാർ കീസോ ഒക്കെ സാനിറ്റൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇതിന് ഒരു ചാർജിങ് പോയിന്റ് ഉണ്ട്, പക്ഷേ നമ്മളിത് എപ്പോഴും യൂസ് ചെയ്യാറില്ല. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതും ചിലപ്പോഴൊക്കെ ഈ ടേബിളിൽ ചാർജ് ചെയ്യാനായിട്ട് വെക്കാറുണ്ട്. നമ്മുടെ അവിടെ നിന്ന് തന്നെ എക്സ്റ്റൻഷൻ എടുക്കാൻ പറ്റും. നമ്മുടെ ബ്രഷിൻ്റെ ആണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഒരു ഡസ്റ്റ്ബിൻ വേണം സൈഡിൽ വെക്കാനായിട്ട്. നമ്മുടെ ചെയറും ആയിട്ടുണ്ട്. നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ടേബിളിന് കുറച്ച് വീതി കുറവാണ്, അതുകൊണ്ട് ഒരു എക്സ്റ്റൻഡർ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ കീബോർഡ് വെക്കാനായിട്ടും ഹാൻഡ് റെസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പെർമനൻറ്റ് വർക്ക് ഫ്രം ഹോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പം ഈ ബോക്സിൻ്റെയും ടേപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടാതെ ഈ ഒരു മൗസ് മാറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ടേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസിനായാലും കൈ വെക്കാനും ഒക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കൂടാതെ നമ്മുടെ ലാമിനേറ്റൊക്കെ അധികം അഴുക്കാവാതെയും ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. ഇത് യൂസ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് മൗസ് പാഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞി വർക്ക് ഫ്രം ഹോം ടേബിൾ സെറ്റപ്പ്. കൂടുതലായിട്ടും ആ ഒരു കേബിൾ മാനേജ്മെൻ്റ് ആണൊന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്, നമുക്ക് ഷൂ ബോക്സ് ഒക്കെ വെച്ച് വളരെ എളുപ്പത്തിൽ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആ ഫോട്ടോ നോക്കി കട്ട് ചെയ്താൽ മതി. ആമസോണിൽ നോക്കിയിട്ട് ഇതുപോലെ കറുത്ത പെയിൻ്റ് അടിച്ച് വെച്ചാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.